നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏത് അളവുകോല് വെച്ച് നോക്കിയാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നടത്തുന്നതിൽ, ചലിപ്പിക്കുന്നതിൽ UP എന്ന ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പരിച്ഛേദം വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, കോൺഗ്രസ്സിന് കഴിഞ്ഞ ഏറെക്കാലമായി ക്ഷീണം ഉള്ള ഒരു മേഖലയാണ് ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖല. നോക്കിയാൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചു. 6 MP ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, മത്സരിച്ച 17 സീറ്റുകളിൽ പലയിടത്തും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിലെടുത്തു പറയേണ്ട അഭിമാനകരമായിട്ടുള്ള കാര്യം, സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരെ വാരണാസി വോട്ടെണ്ണലിൻ്റെ 30% കഴിയുമ്പോൾ 8000-ലേറെ വോട്ടുകളുടെ ലീഡ് ആദ്യഘട്ടത്തിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയെടുത്തു എന്നുള്ളതാണ്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ സാഹചര്യങ്ങളെ UP വളരെ പ്രയോജനകരമായി നടത്താൻ അവിടുത്തെ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. യോഗി ആദിത്യനാഥിൻ്റെ തുടർഭരണം 2022 ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ മറ്റെല്ലായിടങ്ങളിലെയും പോലെയല്ല UP സാഹചര്യങ്ങൾ. വോട്ട് പിടുത്തവും വോട്ട് ചോരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഫലപ്രദമാക്കാൻ BJPക്ക് കഴിയുന്നില്ല. BJP മറ്റെല്ലായിടത്തും തക്കിട തരികിട നടത്തി അധികാരം പിടിച്ചെടുക്കാൻ കള്ളക്കളി കളിക്കുന്നുണ്ട്. ബംഗാളിൽ വരെ അവർ പിടിച്ചെടുത്തു. പക്ഷേ UP എന്തുകൊണ്ടും UPയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കറിയാം, അവർക്ക് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ UPയിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുകയുള്ളൂ. 240 സീറ്റിലേക്ക് BJP ഒതുങ്ങുമ്പോഴും അവർക്ക് കേവല ഭൂരിപക്ഷം 272 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ എല്ലാ ദുഃഖഭാവവും, അതല്ലെങ്കിൽ എല്ലാ നിരാശയും അവരുടെ നേതാക്കളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. തുടർച്ചയായ 3-ാം തവണയും പരിപൂർണമായ ജനപിന്തുണയോടെ അധികാരത്തിലെത്താൻ നരേന്ദ്രമോദിക്ക് കഴിയാത്തതിൻ്റെ ഒരു അനിശ്ചിതത്വം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങളോളം നീണ്ടു നിന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് BJP അത് പല രീതിയിലൊക്കെ മാനേജ് ചെയ്തു പോന്നു എന്നുള്ളത് അവരുടെ ഒരു സ്ട്രാറ്റജി വെച്ചാണ്. കഴിഞ്ഞ 2 തവണ ജയിച്ചതിൻ്റെ ഒരു അഹംഭാവവും അതെല്ലാം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അമിത്ഷാ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ചാണക്യൻ എന്ന വിളിപ്പേരുള്ള വ്യക്തി വളരെ നാളുകളായി അതിന് വേണ്ടിയുള്ള ചില അന്തർനാടകങ്ങൾ കളിക്കുന്നുണ്ട്, അണിയറയിൽ ചില പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇനി UP തിരിച്ച് സമാജ്വാദി പാർട്ടിയിലേക്ക്, സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ്. നമുക്കറിയാം, മേനക ഗാന്ധിയും വരുൺ ഗാന്ധിയും ഒരുപക്ഷെ സമാജ്വാദിയിലേക്ക് ചേർന്നേക്കാം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി 2 പേരുടെയും ചീട്ട് BJP കീറി എറിഞ്ഞിരിക്കുകയാണ്. മേനകയെ പേഴ്സണലായി BJP നേതൃത്വം കൈയൊഴിഞ്ഞു. വരുൺ ഗാന്ധിക്ക് പിലിഭിറ്റിൽ ടിക്കറ്റ് പോലും കൊടുത്തില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ 2 നേതാക്കളെയും മറ്റ് പാർട്ടിക്കാർ കൃത്യമായി അവരെ ഹൈജാക്ക് ചെയ്താൽ അതും ഒരു വോട്ടായി മാറാം. മറ്റൊരു കാരണം എന്നത് BJPയിലെ പടലപ്പിണക്കം, മറ്റ് എങ്ങുമില്ലാത്ത രീതിയിലുള്ള നീക്കം UPയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്.